കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അല്പം നേരത്തെ ചിന്തിക്കാനായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 16-ാം വാക്യവും, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യവും 16-ാം വാക്യവും ഞാനത് വായിക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. 16-ാം വാക്യം, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇടയ്ക്കൊരു വാക്ക് സ്നേഹപരായ ഞങ്ങൾ മാറ്റമില്ലാത്ത ബദൽ ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ, ഞങ്ങളുടെ ദൈവത്തോട് അടികൂടി അടുക്കുവാൻ സഹായിക്കണമേ. തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. വചനം പ്രസംഗിക്കുന്ന എളിയുടെ കുറവ് കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ആരുടെയും അനുഗ്രഹം തടസ്സമാകാൻ പ്രാർത്ഥിച്ചു. ബുദ്ധിമണ്ഡലങ്ങളെ അവിടെ പ്രകാശിപ്പിക്കണമേ. ആത്മീയ കണ്ണുകളെ തുറക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കാൻ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ 246-ാമത്തെ പേജ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പലവിധമായ സംഭവങ്ങളാൽ സംഭ്രമജനകമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. ലോകമുണ്ടായ കാലം മുതൽ ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ് അടുത്തു വരുന്തോറും ഇത് കൂടിക്കൊണ്ടായിരിക്കും, സംശയമില്ല. ദൈവമക്കളായ നമുക്ക് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത വേദന ഹൃദയത്തിലുണ്ടാകും. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ആത്മബലത്തോടെ മുമ്പോട്ട് പോകാം, ഞാൻ നിന്നോട് കൂടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത ഈ ലോകത്ത്, കഷ്ടതയും കണ്ണുനീരും നിറഞ്ഞ ഈ ഭൂമിയിൽ സകല ബുദ്ധിയെയും കമയും ദൈവത്തിൻ്റെ സമാധാനം തന്ന് കഷ്ടതയിൽ പിടിച്ചു നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ബലം തന്ന് പലതിനെയും ഓർത്ത് ദുഃഖിച്ച് എൻ്റെയും നിങ്ങളുടെയും കണ്ണ് കലങ്ങി നിറഞ്ഞ് ഒഴുകുമ്പോൾ അവിടുത്തെ ആണിപ്പൊഴുതുള്ള കരങ്ങൾ അതിൽ ഒന്ന് നമ്മുടെ തോളിൽ പിടിച്ച് മറ്റേതുകൊണ്ട് നമ്മുടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുക, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ആത്മബലത്തോടെ നീ മുന്നോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. ഈ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ബാക്കിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയെന്ന് പറഞ്ഞ്, നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവജനമേ, കഴിഞ്ഞ വർഷത്തില് ഈ ലോകത്തില് അവിടെ എവിടെയായി പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റ്, അതിഭയങ്കരമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഭൂകമ്പം മുതലായ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാല് അനേകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും രക്ഷപ്പെട്ടവർക്ക് അവർക്കുണ്ടായ സകലം നഷ്ടപ്പെടുകയും ചെയ്യും. തിരുവഴുത്തിൽ നാം വായിക്കുന്നത് പോലെ ഭൂലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും കൊണ്ട് നോക്കി പാർത്തുകൊണ്ട് പല മനുഷ്യരും നിർജീവരായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എങ്കിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു എന്റെയും നിങ്ങളുടെയും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു. ഹല്ലേലൂയ. പരിശോധനകളുടെ മധ്യ ക്ഷീണിച്ചും തളർന്നും പോകാതെ അവിടുത്തെ സ്നേഹത്തിലും കരുണയിലും നമ്മെ താങ്ങി കൃപ പകർന്ന് വിശ്വാസത്തിൽ നിലനിർത്തിയതോർത്ത് ദൈവകരങ്ങളിൽ ഇന്ന് രാവിലെ നമ്മെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഒരു പുതിയ വർഷം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുക.
ദൈവപ്രകാരമുള്ള പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ വർഷത്തിൽ പ്രവേശിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തരോട് വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ആത്മബലത്തോട് നീ മുന്നോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ 2-ാമത്തെ സെന്റൻസ്, നീ മിദ്യാന്യരെ അല്ലെങ്കിൽ നിന്റെ ശത്രുക്കളെ ഒരു മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. ഈ വാഗ്ദത്തം ദൈവമക്കൾക്ക് എത്ര ധൈര്യവും പ്രത്യാശയും പകർന്നു തരുന്നതാണ്. ഇസ്രായേൽ ജനം ശത്രുക്കൾ നിമിത്തം വളരെ ഉപദ്രവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ അവർ ദൈവത്തെ നോക്കി നിലവിളിച്ചു. അങ്ങനെ ദൈവത്തെ നോക്കി നിലവിളിച്ചവരുടെ കൂട്ടത്തിലൊരാളായിരുന്നു ഗിദെയോൻ. ദൈവം ഇസ്രായേലിന്റെ നിലവിളി കേട്ട് അവിടുത്തെ ദൂതനെ ഗിദെയോന്റെ അടുക്കലേക്ക് അയച്ചു. ദൂതൻ ഗിദെയോനോട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരും. അതിന്റെ 13-ാം വാക്കിൽ ഗിദെയോൻ ചോദിക്കുകയാണ്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇത് ഒക്കെയും ഭവിക്കുന്നത് എന്ത്? സംശയം പലപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് കൊണ്ടെടുത്തിരുന്ന ഒരു ചോദ്യചിഹ്നമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയും പ്രയാസവും ഒക്കെ കടന്നു വരുമ്പോൾ രക്ഷിക്കപ്പെട്ട വചനപ്രകാരം ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കടന്നു വരുന്നത്? അങ്ങനെ ആരെങ്കിലും തന്നെ രാവിലെ സമയം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ആത്മബലത്തോട് നീ മുന്നോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പലവിധമായ കഷ്ടങ്ങൾ അനുഭവിച്ചതാണെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഗിദെയോൻ ദൈവത്തിൽ ആശ്രയിച്ച് ഇസ്രായേൽ ജനത്തെ കൂട്ടിവരുത്തി അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി മിദ്യാന്യരോട് യുദ്ധം ചെയ്തു, അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഗിദെയോന്റെ കാലത്ത് 40 വർഷം ആ ദേശത്ത് സ്വസ്ഥതയുണ്ടായിരുന്ന തിരുവചനം നമുക്ക് വായിക്കുവാൻ കഴിയും. ഗിദെയോന്റെ കാലം പോലെ തന്നെ വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് അന്ത്യകാലത്തിന്റെ നിമിഷമാണ്. കർത്താവിന്റെ വരനോട് നാം ഏറ്റവും അടുത്തു വന്നിരിക്കുകയാണ്. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുമെന്ന് തിരുവചനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് കാലത്തിൽ ലക്ഷങ്ങളെ കണ്ടിട്ട് പറഞ്ഞു. വായിക്കാം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. മത്തായി 24:8. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. ദൈവമക്കൾ ഈ ലോകം വിട്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ പോകുന്ന സമയം ആസന്നമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലോകം എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന സമയവും അടുത്തിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് പ്രവചനമായി എഴുതിയിരിക്കുന്നത് എല്ലാ അക്ഷരം പ്രതി ഈ ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. 2 തിമോത്തിയോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്വജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇന്ന് സഭകളെ നയിക്കുന്നവരിലും വിശ്വാസികളിലും ഈ വിധത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം കടന്നുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം വായിച്ചു കേട്ട പല ദുസ്വഭാവങ്ങൾക്കും ദുഷിച്ച ചിന്തകൾക്കും
അശുദ്ധിക്കും അടിമകളായി, ദൈവഹിതമില്ലാത്ത ഭോഗപ്രിയരായി, ദൈവശക്തി ത്യജിച്ച് ദൈവത്തിന്റെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന പ്രബോധനം നമുക്ക് ഇന്ന് രാവിലെ സമയം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിനാൽ ദിവ്യശക്തി പ്രാപിച്ച് ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുവാൻ ആദ്യ സ്നേഹത്തിലേക്ക് ഈ സമയം നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തില് നമ്മെ തന്നെ സൂക്ഷിക്കാൻ എപ്പോഴും ഗിദെയോനോട് ദൈവം അരുളി ചെയ്തത് ഇനി രാവിലെ സമയം എന്നോടും നിങ്ങളോടുമുള്ള സ്വർഗത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ. ഗിദെയോൻ ദൈവത്തെ നോക്കി നിലവിളിച്ചു. ദൈവം അവന് പുതിയ ബലവും ശക്തിയും നൽകി. കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും അനുഭവം ഈ നാളുകളിൽ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ കാൽവരിയിൽ സാത്താന്റെ തല തകർത്ത ക്രിസ്തു, ഹല്ലേലൂയ, നമ്മുടെ പ്രയാസ സമയങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ള സംശയമില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള സംശയമില്ല. അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. പുതിയ ശക്തിയും കൃപയും സന്തോഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുമെന്ന് സംശയമില്ല. പ്രാർത്ഥനയിൽ തന്നോടുകൂടി അടുത്ത് ചെല്ലുന്നവർക്ക് യാബോക്ക് നദീതീരത്തിറങ്ങിയ ദൈവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ അറിയിച്ചുവെങ്കിലും പലരും അവനോട് തർക്കിച്ചു. അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ കോപപരവശനായി എന്ത് ചെയ്തു? അവന്റെ നേരെ പല്ല് കടിച്ച് കല്ലെറിഞ്ഞു. സ്തെഫാനോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു നമുക്ക് കാണുവാനിടയായിട്ടുണ്ട്. പ്രാർത്ഥിച്ച കർത്താവേ, ഈ പാപം അവർക്ക് നിലനിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായം വായിക്കുമ്പോൾ ഇതിന്റെ പൂർണ്ണ വിവരം നമുക്കിവിടെ കാണുവാൻ കഴിയും. ക്രിസ്തുയേശുവില് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് തിരുവചനം വ്യക്തമായിട്ട് നമുക്കിവിടെ പറയുന്നുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവ് അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച് അനിന്യരായി ദൈവശക്തി തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരെ തൊടുവാൻ സാത്താന് സാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, പിശാചിനോട് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. കഴിയുമെങ്കിൽ അവന് വൃതന്മാരെയും തെറ്റിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ നാളുകൾ നാം ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിച്ച് സർവായുധവർഗം ധരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നാം പോരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സർവായുധവർഗം എന്താണ്? ദൈവത്തിന്റെ സർവായുധവർഗം? അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാനം സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയിരിക്കണം, ദുഷ്ടന്റെ അധ്യാപകളെയൊക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുകയും വേണം. ഇതാണ് ദൈവത്തിന്റെ സർവായുധവർഗം. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് കൂടെ ഇരിക്കുന്നവർക്ക് നിശ്ചയമായും വിജയം തന്നെ ഉണ്ടാകും. ഹല്ലേലൂയ. അവർക്ക് തോൽവി ഒരിക്കലുമില്ല. പരിശുദ്ധാത്മാഭിഷേകത്തിലാണ് ഈ അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 1 യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 13 കാണുന്നത് നാം ദൈവത്തിലും ദൈവം നമ്മിൽ ഇരിക്കുന്നുവെന്ന് തന്റെ ആത്മാവിനെ തന്നതിനാൽ നമുക്ക് മനസ്സിലാകുന്നു. ദൈവം തന്നോടുകൂടെ ഇരുന്നതായിരുന്നു ഗിദെയോന്റെ വിജയ രഹസ്യം. ദൈവം ദാവീദിനോട് കൂടെയായിരുന്നു. അതുകൊണ്ട് അവൻ നാൾക്ക് നാൾ പ്രബലനായി തീർന്നു എന്ന് 1 ദിനവൃത്താന്തം 11:9 നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ 414-ാമത്തെ പേജ്. 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. പഴയ നിയമത്തിലെ 414-ാമത്തെ പേജ്. എടുക്കാൻ വേണ്ടിയാണ് പേജ് നമ്പർ ഞാൻ പറയുന്നത്. 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു.
സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ മേൽക്കുമേലവൻ ബലം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പരീക്ഷകളെ അതിജീവിക്കുവാൻ, പാപങ്ങളുടെ വിജയം നേടുവാൻ ഈ സമയം നമുക്ക് ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞങ്ങൾക്ക് അനർത്ഥവും ഭയപ്പെടുകയില്ല, അങ്ങനോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഇങ്ങനെ ധൈര്യത്തോടെ പറയുവാനും ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാനും ദാവീദിനെ പ്രാപ്തനാക്കിയത് ദൈവിക സാന്നിധ്യം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ദൈവത്തിന്റെ ബലം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബലം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം. ഇത് ലോകമനുഷ്യരായ പലരും അവർ സമ്പാദിച്ചു കൂട്ടിയ ധനത്തില്, അവർ വാങ്ങിയ വലിയ കാറില്, അവർ പണിത വലിയ ഭവനത്തില് അവരുടെ ആശ്രയമായിരിക്കുന്നതാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലാകുന്നു നമ്മുടെ ആശ്രയം വെക്കേണ്ടത്. സ്വന്തം ബലത്തിൽ നാം ഒരിക്കലും ആശ്രയിച്ചിരുന്ന തിരുവചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. അതിൽ പ്രശംസിക്കുകയുമില്ല. പരീക്ഷയുടെ മധ്യേ കോരഹപുത്രന്മാർ പാടി, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണൂർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവരെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അത് തന്നെയാണ് പാട്ടുകാരനെ പാടിയത്. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭവിക്കുകയില്ലെന്നും. ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗീയ പരദീസയില്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില് അവിടുത്തെ പ്രധാന ദൂതന്റെ കാഹളത്തിന് കേൾക്കുവാൻ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നിത്യമായ സ്വർഗീയ അവകാശം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ച് നമുക്ക് ബലത്തോടെ, ദൈവാത്മാവിന്റെ ബലത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ഈ സമയം അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ഈ വർഷത്തിന്റെ ഈ മാസം തന്നെ കർത്താവിന്റെ കൃപയും ശക്തിയും ബലവും നമ്മിൽ പകരുവാൻ ദൈവവരങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എപ്പോഴും ഉണർന്ന് പ്രാർത്ഥിക്കാം. ഞാനോ ലോകാവസാനത്തോളം നമ്മളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മോട് കൂടെ ഉള്ളതിനാൽ ഈ ബലത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. തെരഞ്ഞെടുത്ത് പരാക്രമശാലി എന്ന് പറഞ്ഞ അവനെ നിയോഗം ഏൽപ്പിച്ചപ്പോൾ അവൻ്റെ ശക്തിയില്ല. അവനിലുള്ള ചെറിയ ശക്തി കൊണ്ട് മാത്രം പോകാൻ മതി. അപ്പോൾ കൂടെ ഉള്ളത് ദൈവം. അപ്പോൾ കർത്താവെ, അവൻ സാധാരണക്കാരനല്ലായിരുന്നു, അസാധാരണമായ ഒരു മനുഷ്യനായി തീർന്നു. ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം വലിയ കാര്യങ്ങളാണല്ലോ അവനെ കുറിച്ച് ആശ്രയിച്ചത്. അത് തന്നെയാണല്ലോ ഞങ്ങളും മനസ്സിലാക്കിയത്. ഞങ്ങളുടെ ജീവിതങ്ങളും ഇത് തന്നെയാണല്ലോ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അസാധ്യങ്ങളെ ചെയ്യിപ്പിക്കുന്ന ദൈവമാണല്ലോ. പരാക്രമശാലികളെന്ന് ഞങ്ങളെക്കുറിച്ചും അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളും ആ രീതിയിൽ ബലമുള്ളവരാണല്ലോ. കർത്താവിൻ്റെ ബലമാണല്ലോ ഞങ്ങളിൽ വ്യാപരിക്കുന്നത്. യേശു കർത്താവിനെ ഉയർപ്പിച്ച ശക്തിയാണല്ലോ ഞങ്ങളിൽ വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ വിശ്വാസമുള്ളവരായിട്ട്, കർത്താവ് ധൈര്യം പ്രാപിച്ചവരായിട്ട്, കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി, കർത്താവെ ഗിരിയനെ പോലെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വെളിയിൽ കർത്താവെ അങ്ങയുടെ വിശ്വസ്തത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ഞങ്ങൾ ജീവിക്കാനുള്ള ദിവസങ്ങൾ ഞങ്ങളെ യാത്ര പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ തന്നെ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങൾ പറഞ്ഞെത്തിക്കുന്നു. ഞങ്ങൾ വായിക്കുന്ന വാചനങ്ങളും ധ്യാനിക്കുന്ന ധ്യാനങ്ങളും കർത്താവ് ഓരോ ദിവസവും ഞങ്ങൾ ബലപ്പെടുത്തുന്ന ആശയങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി സ്തോത്രം. ആ ധൈര്യത്തോടും ബലത്തോടും ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി സ്തോത്രം, ഉത്തരം നൽകുന്നതിന് വേണ്ടി മഹത്വം എടുക്കണമേ. പ്രാർത്ഥന ഏറ്റതിന് വേണ്ടി സ്തുതിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്ന പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ സഹവാസം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കേട്ട വചനങ്ങളും വരും ഇപ്പോഴും ഉണ്ടാകും.